ഔട്ട് ഓഫ് ബോക്സുമായി ജോൺ ജോസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോൺ, എന്താണ് ഇന്ന് ഔട്ട് ഓഫ് ബോക്സിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? റോബിൻ, ഇന്നത്തെ ദിവസം നിർണായക ദിവസങ്ങളിൽ നമുക്കറിയാം ഒരു യുദ്ധം പിന്നിടുന്നു. 24 ദിവസങ്ങൾ 25 ദിവസങ്ങളോളം പിന്നിടുന്നു. അപ്പോൾ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ പ്രതിബന്ധങ്ങൾ, സംഘർഷങ്ങൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതേസമയം ട്രംപിൻ്റെ നേതൃത്വത്തിൽ ജെ ഡി വാൻസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു സമാധാന ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷേ അതേസമയം ഇറാൻ അത് നിരാകരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു വാർത്ത നമുക്കറിയാവുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. പെൻഡഗന്റെ കീഴിൽ ഏകദേശം 5000-ഓളം സൈനികർ ഇറാനിലേക്ക് വേഗം വരുന്നുണ്ട്. 5000-ഓളം US സൈനികർ എത്രയും പെട്ടെന്ന് ഇറാനിലേക്ക്, ഇറാൻ്റെ പരിസര പ്രദേശങ്ങളിൽ വ്യാപിക്കുവാൻ, സൈനിക വിന്യാസം നടത്തുവാൻ വേണ്ടി വരുന്നുണ്ടെന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ സമാധാന ഉടമ്പടി എന്നുള്ള, അല്ലെങ്കിൽ ഈ ചർച്ചകൾ എന്നുള്ള വാക്ക് വെറും പൊള്ളവാക്കുകളാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു വാർത്ത ഇതിനോടൊപ്പം പുറത്തു വരുന്നത് ഏകദേശം 15ഓളം നിബന്ധനകൾ ഇറാൻ്റെ മേൽ ട്രംപ് ചുമത്തിയിട്ടുണ്ട് ഈ സമാധാന ചർച്ചകൾക്ക് വേണ്ടി എന്നുള്ള ഇറാൻ അംഗീകരിക്കുകയാണ്. അതായത് ഇറാന്റെ ഭാഗം, ഇറാൻ ചർച്ചകളിലൂടെ, നയതന്ത്രപരമായ ചർച്ചകളിലൂടെ ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ 15ഓളം കാര്യങ്ങൾ ഇറാൻ തീർച്ചയായിട്ടും സമ്മതിക്കണം. എന്നാൽ മാത്രമേ വെടിനിർത്തൽ ഉണ്ടാകൂ, സമാധാനം ഉണ്ടാകൂ, ഇറാന്റെ മേലുള്ള ഉപരോധം നീക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏകദേശം ഒരു 15ഓളം കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 1-2-3 കാര്യങ്ങൾ പറയാവുന്ന എങ്ങനെയാണ്. ഒന്ന്, സമ്പുഷ്ടീകരിച്ച യുറേനിയം, എൻറിച്ച് ചെയ്ത യുറേനിയം ഇറാനിൽ നിന്നും പുറത്തേക്ക് മാറ്റണമെന്നാണ് ഒന്നാമത്തെ നിബന്ധനയിൽ പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് ഇറാന്റെ കയ്യിലുള്ള വെടിക്കോപ്പുകൾ, പ്രത്യേകിച്ച് ആണവ ഉപയോഗത്തിനായി നിർമ്മിച്ച വെടിക്കോപ്പുകളെല്ലാം നിരായുധീകരിക്കണം, അതെല്ലാം തകർത്ത് കളയണം, നശിപ്പിക്കണമെന്നാണ് രണ്ടാമത്തത് പറയുന്നത്. അതുപോലെ തന്നെ ബലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിന് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുന്നു പറയുന്നു. പിന്നെ പറയാണ് ഹോർമൂസ് കടലെടുക്ക്, അതായത് നമുക്കറിയാം ലോകത്തിൽ 5-1 എണ്ണ വ്യാപാരം നടക്കുന്ന ഒരു കടലെടുക്കാണ്, സമുദ്ര സഞ്ചാരപാതയാണ് ഹോർമൂസ് കടലെടുക്ക് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ഹോർമൂസ് കടലെടുക്ക് സ്വതന്ത്ര സമുദ്രപാതയായി, ഇറാൻ്റെ അധികാര പരിധിയിലല്ല, അതായത് സ്വതന്ത്ര സമുദ്രപാതയായി മാറ്റണം അല്ലെങ്കിൽ തീർക്കണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാണ്, ഹിസ്ബുള്ള, ഹമാസ് ഇതുപോലെയുള്ള ഈ സംഘടനകൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായം അതൊക്കെ നിർത്തലാക്കണമെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു 15ഓളം നിബന്ധനകളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ളത്, ഈ ഇറാന്റെ മേലുള്ള, ഇറാനും ഇസ്രായേലും US സംയുക്തമായി ഇറാന് മേൽ നടക്കുന്ന യുദ്ധം മൂലം, ഹോർമൂസ് കടലെടുക്കിന്റെ പ്രതിസന്ധി മൂലം ഫിലിപ്പീൻസിൽ ഏകദേശം 1 വർഷത്തോളം ഊർജ്ജ പ്രതിസന്ധി വന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാവുന്നതുപോലെ 1 വർഷത്തോളം ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ഭക്ഷ്യക്ഷാമം വരാനിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിലും പെട്രോൾ പ്രൈസ്, പ്രത്യേകിച്ച് ഹൈ ഒക്ടേൻ പെട്രോൾ പ്രൈസൊക്കെ വില കൂടി എന്നുള്ള വാർത്തകൾ നമുക്കറിയാവുന്നതാണ്. അതുപോലെ ഒരുപക്ഷെ ഇനി അടുത്ത ദിവസങ്ങളിൽ പെട്രോളിൻ്റെ പ്രൈസ് കൂടുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. അപ്പോൾ കൂടുതൽ വിവരമായി ജോയ്സ് നമ്മുടെ ഒപ്പമുണ്ട്. ജോയ്സ്, എന്താണ് കൂടുതൽ നമുക്ക് ഇറാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറയാൻ സാധിക്കുന്നത്? ട്രംപ് 5000-ഓളം സൈനികരെ വിന്യസിപ്പിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം ഈ ഒരു അവസ്ഥയിൽ പോസിബിളാണെന്ന് വെച്ചാൽ അത് യാഥാർത്ഥ്യമാണോ? ഇനി ഈ 15 സമാധാന ഉടമ്പടി കാര്യങ്ങൾ പറയുന്നുണ്ട്, 15ഓളം സമാധാനത്തിന് വേണ്ടിയിട്ട്, ഇറാനിലെ സമാധാനം അല്ലെങ്കിൽ ഇറാനുമേലുള്ള ഉപരോധം നീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ശരിക്കും ഈ ഉടമ്പടികൾ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഉടമ്പടികളൊന്നും ഇതൊരു ഗിമ്മിക്ക് മാത്രമാകാനാണ് സാധ്യത. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു പോക്ക് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇറാൻ ഇതുപോലൊരു കുറച്ച് ഉടമ്പടികൾ മുന്നോട്ട് വെച്ചിരുന്നു, കുറച്ച് സംഭവങ്ങൾ, അതായത് ഇന്നതൊക്കെ പാലിക്കുകയാണെങ്കിൽ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്നുള്ള രീതിയിലൊരു 5 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് എന്തായാലും അമേരിക്ക അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ഇറാൻ്റെ ഒരു ഭരണമാറ്റമാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ ഒരു ഡെമ്മി ആയിട്ടുള്ള ഒരു ഭരണ നേതൃത്വം അവിടെ വരിക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അമേരിക്ക ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആവശ്യങ്ങളെ അംഗീകരിക്കില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാന് ഇതിപ്പോൾ ഒരു നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്, അതൊരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഇറാൻ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നതും ഒരു സത്യമാണ്. അവസാനം പക്ഷേ മറ്റൊരു ചാൻസ് കിടക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിക്കക്കള്ളി ഇല്ലാതെ നേതാക്കന്മാരെ എല്ലാം ഒന്നൊന്നായി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം നിക്കക്കള്ളി ഇല്ലാതെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ ഈ ജോൺ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കരയുദ്ധം പോലെയോ അല്ലെങ്കിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ
ഒരു പക്ഷേ അമേരിക്കയുടെ ചില കാര്യങ്ങളെങ്കിലും, അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളെങ്കിലും ഇറാൻ അംഗീകരിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. ഇപ്പം നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം തൊട്ട് യുദ്ധം തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ പറയുന്ന കൂടുതൽ രാജ്യങ്ങൾ ഈ ഒരു യുദ്ധത്തിൽ പങ്കുചേരാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടായിരുന്നു. UAEയും സൗദിയും അതുപോലെ ഇന്നലെ ഇതിലേക്ക് പങ്കുചേരും എന്നുള്ളൊരു സൂചന നൽകിയിരുന്നു. അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അദ്ദേഹം പറഞ്ഞിരുന്നു കൂടുതൽ ബേസുകൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട്, ഖത്തറിലെയും കുവൈറ്റിലെയൊക്കെ UK-യുടെ ബേസുകൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുമെന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കിയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമേ വേറൊരു ആവശ്യം പറഞ്ഞിട്ട് ഹോർമൂസ് സംരക്ഷിക്കാനായിട്ട് ബാക്കി രാജ്യങ്ങൾ ഇടപെടണം എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ പല രാജ്യങ്ങളും നിരസിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അതിന് പിന്നാലെ പല രാജ്യങ്ങളും ഇങ്ങനെ ഈ ഒരു യുദ്ധത്തിലേക്ക് പതിയെ പതിയെ വരുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ സൈനികരെ ഇറക്കുന്നതും അതുപോലെ കൂടുതൽ സംവിധാനങ്ങൾ, കപ്പലുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ മേഖലയിലേക്ക് വിന്യസിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നതും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ നാളുകൾ ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നേക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു ചില താല്പര്യങ്ങൾ ആ ഒരു മേഖലയിൽ നടപ്പിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ ഇറാൻ പറയുന്നത് അമേരിക്ക ഒറ്റയ്ക്കാണ് ചർച്ച നടത്തുന്നത്, അമേരിക്ക തന്നെയാണ് ചർച്ച നടത്തുന്നത്, അവിടെ ഇറാന് ഒരു വശം വരുന്നില്ല എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സമാധാന ചർച്ചയ്ക്കുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാകിസ്ഥാൻ്റെ കെയർ ഓഫിൽ ഒരു ചർച്ചയ്ക്കുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു, ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിച്ചിരുന്നു, അവർ തമ്മിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട്, ഒരു ഫോൺ കോൾ വഴിയുള്ള ഒരു ചർച്ച നടന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതായത് മേഖലയിൽ ഒരു സമാധാന നീക്കങ്ങൾക്കുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്നും റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ ഇന്ത്യനെ നോക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങളെല്ലാം ഇത് ഒരു തരത്തിലല്ല എങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു യുദ്ധം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യനെയും ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നാട്ടിലെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇതുപോലുള്ള ക്ഷാമം വരികയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ കൊറോണ കാലത്ത് ലോക്ക്ഡൗണിൽ ഉണ്ടായിരുന്നത് പോലെ മറ്റൊരു ലോക്ക്ഡൗണിലേക്ക് പോകുവാൻ സജ്ജരായിരിക്കണം എന്നുള്ളൊരു പ്രസ്താവന വന്നിരുന്നു. അപ്പോൾ അത് ഇന്ത്യനെ വരും കാലങ്ങളിൽ ഈ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ വളരെ മോശമായി തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ട ഒന്ന് രണ്ട് മറ്റു വാർത്തകളാണ് ഇന്നലെ വന്നൊരു, അതായത് ബെലാറൂസിൽ റഷ്യ ഡ്രോണുകൾ സ്ഥാപിക്കുന്നു, ദീർഘദൂരത്തിൽ പോകാൻ സാധിക്കുന്ന ഡ്രോണുകൾ സ്ഥാപിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇന്നൊരു വാർത്ത വന്നിരിക്കുന്നത് റഷ്യൻ മിലിറ്ററി ഏകദേശം 1000-ഓളം ഡ്രോണുകൾ അയച്ച് റഷ്യയിലെ പല സ്ഥലങ്ങളിലേക്കും വിക്ഷേപണം നടത്തി. ഏകദേശം അപകടങ്ങളിൽ ഏകദേശം 7 പേരോളം മരിച്ചു എന്നുള്ള വാർത്തയാണ്. മറ്റൊരു വാർത്ത, ഈ ലോകമെങ്ങും ഇപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കത്തിപ്പടരുന്ന ജൂത വിദ്വേഷം, ആൻറ്റി സെമിറ്റിക്, അതൊരു 19-ാം നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളിലും പിന്നീടുള്ള അതിന് മുമ്പുള്ള കാലഘട്ടം 17, 18, 16 നൂറ്റാണ്ടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയാണ് ജൂത വിരോധം എന്നുള്ളത്. ആൻറ്റി ജുഡായിസം, ആൻറ്റി സെമിറ്റിസം എന്നൊക്കെ പറയാം. രണ്ടും വേറെ വേറെ യൂസേജുകളാണെങ്കിൽ തന്നെയും ഈ ഒരു അവസ്ഥ ലോകമെമ്പാടും ഇപ്പോൾ കത്തിപ്പടരുന്നുണ്ട്. ജൂതന്മാർക്ക് വളരെയധികം സുരക്ഷ പല രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് പുറത്തു വന്ന ഒരു വാർത്തയാണ്, ഞായറാഴ്ചയായിട്ടൊക്കെ പുറത്തു വന്ന ഒരു വാർത്തയാണ്. ലണ്ടനിലെ ആംബുലൻസ് ജൂതന്മാർക്ക്, അത് പ്രത്യേകിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫ്രീ സർവീസ് ഒക്കെ നടത്തുന്ന ആംബുലൻസ് കത്തിച്ചു എന്നുള്ള വാർത്തകൾ. ഇതിനു മുമ്പ് തന്നെ പലപ്പോഴും പല സിനഗോഗുകളിൽ, പ്രത്യേകിച്ച് നെതർലൻഡിലും അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ജൂത സിനഗോഗുകൾ, ജൂത വിദ്യാലയങ്ങൾ അതിനെതിരെ ആക്രമണം നടത്താൻ ഉദ്യമിച്ചിരുന്നു. സ്ഫോടക വസ്തുക്കളൊക്കെ നിറച്ച. അപ്പോൾ അതുപോലെ തന്നെ മിഷിഗണിൽ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച മിഷിഗണിൽ ഇതുപോലെ ഒരു ആക്രമണം നടത്താൻ വേണ്ടി ഒരാൾ കാർ ഇടിച്ചു കയറ്റി എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂതവിദ്വേഷം ഇതിൻ്റെ കൂടെ പല പാശ്ചാത്യ രാജ്യങ്ങളിലും വർദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ജൂതവിദ്വേഷം ഒരു കാലഘട്ടത്തിൽ വർദ്ധിച്ചതാണ്. പിന്നീട് ഹിറ്റ്ലർ നേതൃത്വത്തിൽ ഏകദേശം 65 ലക്ഷത്തോളം ജൂതന്മാർ ഒരു സമയത്ത് പല കേന്ദ്രങ്ങളിലാക്കി, പല ചേംബറുകളിലാക്കി അടച്ചുപൂട്ടി അവരെ കൊന്നുകളഞ്ഞൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ജൂതവിരോധം ഇസ്രായേലിന് എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട്? ഈ ജൂതവിരോധം എനിക്ക് തോന്നുന്നത് അതിപ്പോൾ ഈ യുദ്ധം വന്നതിൻ്റെ പേരിൽ പ്രത്യേകിച്ചൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് ജൂതവിരോധം എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഭൂമിയിലുള്ള എല്ലാ രാജ്യത്തും തന്നെ ഉള്ള ഒരു സംഭവമാണ് ജൂതവിരോധം എന്ന് പറയുന്നത്. അത് വിശ്വാസപരമായിട്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ഭാഗമായിട്ടാകാം. അങ്ങനെ പലതരത്തിൽ ജൂതവിരോധം എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. അത് ഈ യുദ്ധത്തിലേക്ക് എത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലാതെ യുദ്ധം വന്നതിൻ്റെ പേരിൽ ജൂതവിരോധം കൂടിയെന്നോ കുറഞ്ഞുവെന്നോ നമുക്ക്
നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജൂത രാഷ്ട്രം ആകെ ഒരു രാജ്യമാണ് ജൂത രാഷ്ട്രമായിട്ട് ഭൂമിയിലുള്ളത്. മറ്റ് രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി ഓരോ മതത്തിൻ്റെ കീഴിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നത് പോലെ ഈ ജൂതന്മാർ അവർക്ക് മറ്റ് രാജ്യങ്ങളൊന്നും വേണമെന്നോ അല്ലെങ്കിൽ അവിടെ ഇതുപോലുള്ള ലഹളകൾ ഉണ്ടാക്കണമെന്നോ ആ ഒരു വിശ്വാസത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരണമെന്നോ അവർ പറയുന്നില്ല. അവർ പറയുന്നത് അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദാനമായി ലഭിച്ചിരിക്കുന്ന ആ ഭൂമി അതാണ് അവർക്ക് വേണമെന്ന് അവർ പറയുന്നതും അവിടെയാണ് അവരിപ്പോഴുള്ളതും. അതാണ് അവരുടെ മണ്ണ്. അല്ലാതെ മറ്റ് രാജ്യങ്ങൾ കീഴടക്കാനായിട്ട് അവർ പോയിട്ടില്ല. പക്ഷേ ഈ ജൂത വിരോധം എന്ന് പറയുന്നത് അത് ഇപ്പോൾ ജോൺ സൂചിപ്പിച്ച പോലെ പണ്ട് പതിറ്റാണ്ടുകളായിട്ട് തുടർന്ന് വരുന്ന ഒരു സംഭവം തന്നെയാണ്. അത് ഇപ്പോൾ ആ ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കണം എന്ന് നിശ്ചയിച്ചിറങ്ങിയിരിക്കുന്ന മറ്റ് ചില രാജ്യങ്ങൾ, ഇറാൻ പോലുള്ള മറ്റ് രാജ്യങ്ങൾ മുന്നോട്ട് ഇറങ്ങിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങി വെച്ചിരിക്കുന്നത്. അത് മേഖലയ്ക്ക് ഭീഷണിയാണെന്ന് കാണുമ്പോഴാണ് ആ ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യാനും അവരുടെ ശേഷികൾ ഇല്ലാതാക്കാനുമായിട്ട് ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ആദ്യമേ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു തീവ്രവാദ ഫണ്ടിങ് ഇറാൻ നിർത്തണം എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഇറാൻ പോലുള്ള തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി ഈ ലോകം മുഴുവനും ജൂതന്മാരെ മാത്രമല്ല, തീവ്രവാദം എന്ന് പറയുമ്പോൾ അത് ലോകത്തിന് മൊത്തം ഭീഷണിയാണ്. അതൊരു വിഭാഗത്തിന് മാത്രമല്ല. ഏറ്റവും കൂടുതൽ ലോകത്ത് ഒരു ഭീഷണി നേരിടുന്ന വിഭാഗം മാത്രമാണ് ജൂതൻ എന്ന് പറയുന്ന ഒരു സമൂഹം. അത് ക്രിസ്ത്യാനിറ്റിക്ക് ഭീഷണിയാണ്, ഹിന്ദുവിസത്തിന് ഭീഷണിയാണ്. ഇതൊന്നുമില്ലാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിന് പോലും ഭീഷണിയായേക്കാം ഈ തീവ്രവാദം എന്ന് പറയുന്ന സംവിധാനം. അത് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തീവ്രവാദ ഫണ്ടിങ് നിർത്തണം എന്നുള്ള ഒരു പ്രസ്താവനയുമായിട്ട് അമേരിക്ക മുന്നോട്ട് വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ ഏറ്റവും ശക്തമായിട്ട് ഇപ്പോൾ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു തീവ്രവാദം എന്ന് പറയുന്നത് ഹൂതികൾ അല്ലെങ്കിൽ ഹിസ്ബുള്ള, ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകൾ. മറ്റുള്ള തീവ്രവാദ സംഘടനകളൊക്കെ സജീവമാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ വല്ലപ്പോഴും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ സജീവമാണ്. അതായത് എന്താ പറയുക, ഇപ്പം പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്നും തന്നെ അറ്റാക്ക് നടക്കുന്നത് ഈ ഒരു ഇസ്രായേൽ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചുറ്റുപാടുമുള്ള മറ്റ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചില തീവ്രവാദ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ആദ്യമേ ആ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള ഫണ്ടിങ് വരുന്നത് ഇറാനാണെന്ന് മനസ്സിലാക്കുന്നു, ഇറാനിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഇറാനെ തകർക്കുകയാണെങ്കിൽ ഈ തീവ്രവാദ ഫണ്ടിങ് നിർത്തലാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ആ ഫണ്ടിങ് നിന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ അടക്കം ആ ചുറ്റുവട്ടമുള്ള ഈ തീവ്രവാദ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളെല്ലാം സേഫ് ആകുമെന്നും മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ലഷ്കർ എ തോയ്ബ, അതുപോലെ താലിബാൻ അടക്കമുള്ള അതുപോലുള്ള ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകളെ പടിപടിയായിട്ട് നിർത്തലാക്കാൻ, ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഈ തീവ്രവാദത്തിൻ്റെ ഒരു കാര്യത്തിൽ പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇതിപ്പം ഈ ജൂതന്മാരെ ഭീഷണി ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഒരു പ്രശ്നത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. അത് മിണ്ടാതിരുന്നാൽ ആ ഒരു സമൂഹത്തിൻ്റെ നാശമാണ്. അത് പണ്ട് ഹിറ്റ്ലർ ചെയ്തതുപോലെ കൊലയ്ക്ക് നിന്നുകൊടുക്കുന്ന, കത്തിക്ക് മുന്നിൽ നിന്നുകൊടുക്കുന്ന തരത്തിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേക്കാം. അതിന് ആരും തയ്യാറാവത്തില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അത് വളരെ വാസ്തവമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധം ആണ് ഇതെന്ന് ഇസ്രായേൽ പലവട്ടം ആവർത്തിക്കുന്നത്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ 3-4 ജില്ലകൾ ചേർത്ത് വെക്കാനുള്ളൊരു ചെറിയൊരു രാജ്യമാണ്. ഇറാൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റ് അറബ് രാഷ്ട്രങ്ങൾ വെച്ച് നോക്കിയാൽ ഇസ്രായേൽ മൂക്കിലെ ഒരു പൊടി അല്ലെങ്കിൽ രോമം മാത്രമാണെന്ന് പറയാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് 20-ാം നൂറ്റാണ്ടിൽ നടന്ന അറബ് യുദ്ധത്തിലും പിന്നീട് ഈ ഒരു കാലഘട്ടത്തിലും ഇസ്രായേൽ എന്ന ഇത്ര വെറും നിസ്സാരമായ രാജ്യം പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ വലിയ അത്ഭുതകരമായ ശക്തിയുണ്ട്. അവർ നിൽക്കുന്ന നീതിക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് തന്നെയായാലും യുദ്ധം ഒന്നിനും ഒരിക്കലും പരിഹാരമല്ല. ജോണാണ് ഔട്ട് ഓഫ് ബോക്സുമായിട്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. യുദ്ധം ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ചകൾ നടന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. പ്രധാനമന്ത്രിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഡീൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുമെന്ന് രമേശ് ചെന്നിത്തല. 1ഉം 2ഉം തവണയല്ല ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചത്. മുഖ്യമന്ത്രി അമിത്ഷായെയും പ്രധാനമന്ത്രിയെയും നിയമസഭയിലോ പൊതുവേദികളിലോ ഒന്നും